സമ്പത്തും അധികാരവും അതിനൊപ്പം അഹങ്കാരവും വന്ന രണ്ട് ദേവകുമാരന്മാർ. അങ്ങനെ അഹങ്കാരത്തിൽ മതിച്ച അവർ ദേവർഷിയായ നാരദമുനിയെ പോലും വണങ്ങുവാൻ മറന്നുപോയി. അങ്ങനെ അവർ ഒരു ഉഗ്രശാപത്തിന് അടിമകളായി. പിന്നെ ആരാണ് അവർക്ക് ശാപമോക്ഷം കൊടുത്തത് അറിയാം ഈ വീഡിയോയിൽ. അമ്പാടിയിൽ ഒരു ദിവസം യശോദാമ്മ ഉണ്ണികൃഷ്ണന് പാല് കൊടുക്കുകയായിരുന്നു. ആ സമയം തന്നെ അമ്മ അടുപ്പിൽ വെച്ച് പാല് തിളച്ചു തൂവിപ്പോയി. അത് വാങ്ങി വെക്കുവാനായി അമ്മ മടിയിലിരുന്ന ഉണ്ണികൃഷ്ണനെ ഒന്ന് നിലത്തിരുത്തി. അത് ഭഗവാന് ഇഷ്ടപ്പെട്ടില്ല. ഉടൻ തന്നെ അദ്ദേഹം ഒരു ചെറിയ വടി കൊണ്ട് അടുത്തുണ്ടായിരുന്ന തൈരുകുടം പൊട്ടിച്ചു. പരമാത്മാവിൻ്റെ കീർത്തി ഈ ബ്രഹ്മാണ്ടം മുഴുവനും എങ്ങനെ പരന്നു കിടക്കുന്നുവോ അതുപോലെ തന്നെ ആ തൈര് ആ മുറിയിൽ മുഴുവനും പരന്നു കിടന്നു. ഇത് കണ്ട് അമ്മയ്ക്ക് ദേഷ്യം വരികയും ഉണ്ണികൃഷ്ണനെ ഉരലിൽ കെട്ടിയിടുവാൻ തീരുമാനിച്ചു. അങ്ങനെ യശോദ അമ്മ ഉണ്ണികൃഷ്ണനെ ഉരലിൽ കെട്ടുവാൻ ശ്രമിക്കുമ്പോഴൊക്കെ അമ്മയുടെ കയ്യിലുള്ള ആ കയറ് 2 അങ്കുലം കുറവായിരുന്നു. അങ്ങനെ എത്ര ശ്രമിച്ചിട്ടും യശോദ അമ്മയ്ക്ക് കൃഷ്ണനെ ആ ഉരലിൽ ബന്ധിക്കുവാൻ സാധിച്ചില്ല. അങ്ങനെ യശോദ അമ്മ വല്ലാതെ വിയർത്ത് ക്ഷീണിച്ചുപോയി. തൻ്റെ അമ്മയുടെ ഈ അവസ്ഥ കണ്ട് അനുകമ്പ തോന്നിയ ഉണ്ണികൃഷ്ണൻ പതുക്കെ ആ കയറിൻ്റെ നീളം കൂട്ടുകയും അങ്ങനെ ആ ഉരലിൽ തന്നെ കെട്ടുവാൻ അമ്മയ്ക്ക് അനുവാദം നൽകുകയും ചെയ്തു. അങ്ങനെ ആ കയറ് ഭഗവാന്റെ വയറിൽ കെട്ടിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു നാമവും ലഭിച്ചു, ദാമോദരൻ. ധാമം എന്നാൽ കയറെന്നും ഉദരമെന്നാൽ വയറെന്നുമാണ് അർത്ഥം. അങ്ങനെ അമ്മ ചെറുതായിട്ട് ഉണ്ണികൃഷ്ണനെ ഒന്ന് ശകാരിച്ചു. കുറച്ചു നേരം നീ ഇവിടെ തന്നെ നിൽക്ക്, നിന്റെ കുറുമ്പൊന്ന് കുറയട്ടെ. അത് പറഞ്ഞ അമ്മ അകത്തേക്ക് പോയി. അങ്ങനെ ഉണ്ണികൃഷ്ണൻ കുറച്ചു നേരം കഴിഞ്ഞ് ആ ഉരൽ വലിച്ചുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി. അവിടെ അദ്ദേഹം 2 കൂറ്റൻ അർജുന വൃക്ഷങ്ങൾ കണ്ടു. അങ്ങനെ ഒരു ചെറു പുഞ്ചിരിയോടെ അദ്ദേഹം ആ ഉരൽ വലിച്ചുകൊണ്ട് ആ 2 വൻ വൃക്ഷങ്ങൾക്കിടയിലൂടെ പോകുവാൻ നോക്കി. പക്ഷേ ആ ഉരൽ ആ വൃക്ഷങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോവുകയും അങ്ങനെ ഒരു വൻ ശബ്ദത്തോടെ ആ 2 മരങ്ങളും നിലം പൊത്തി. ഒരു ആശ്ചര്യമെന്നോണം സൂര്യതേജസ്സുള്ള 2 യക്ഷന്മാർ അതിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു. അവർ ഉടൻ തന്നെ ആ ഉണ്ണികൃഷ്ണന്റെ പാതാരബന്ധങ്ങളിൽ വീണ് നമസ്കരിക്കുകയും കൃഷ്ണസ്തുതികൾ ആലപിക്കുകയും ചെയ്തു. അവരാണ് കുബേരന്റെ മക്കളായ നളകുബേരനും മണിഗ്രീവനും. ഒരിക്കൽ അളകാപുരിയിൽ അവർ തടാകത്തിൽ അപ്സരസുകളുമൊത്ത് കുളിക്കുകയായിരുന്നു. ആ സമയം ആ വഴി ദേവർഷി നാരദൻ വരികയും അവർ 2 പേരും അദ്ദേഹത്തെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ആ ജലക്രീഡ തുടർന്നു. ഇതിൽ ദേഷ്യം വന്ന മഹർഷി അവരെ ശപിച്ചു. ഭൂമിയിൽ അനേകം നൂറ്റാണ്ടുകൾ 2 കൂറ്റൻ അർജുന വൃക്ഷങ്ങളായി നിങ്ങൾ മാറട്ടെ. ഇത് കേട്ടു ഞെട്ടിപ്പോയ ആ കുമാരന്മാർ ശാപമോക്ഷത്തിനായി ദേവർഷിയുടെ കാലിൽ വീണപേക്ഷിച്ചു. അദ്ദേഹം കൊടുത്ത ശാപമോക്ഷം ആണോ, അദ്ദേഹം ശപിച്ചതാണോ അനുഗ്രഹിച്ചതാണോ എന്ന് തീരുമാനിക്കാൻ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. അദ്ദേഹം പറഞ്ഞു, കൃഷ്ണസ്പർശം ഏൽക്കുന്ന മാത്രയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ രൂപം തിരിച്ചു കിട്ടുകയും അളകാപുരിയിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്യും. അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് ശേഷം കൃഷ്ണസ്പർശമേറ്റ് അവർക്ക് അവരുടെ പഴയ രൂപം വീണ്ടും കിട്ടുകയും അങ്ങനെ അവർ കൃഷ്ണനെ വണങ്ങി ദേവലോകത്തേക്ക് തന്നെ തിരിച്ചുപോയി. ഈ കഥ വരുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 9-ാം അധ്യായമായ ഉലൂകല ബന്ധനത്തിലും 10-ാമത്തെ അധ്യായമായ നളകുബേര മണിഗ്രീവ ശാപമോക്ഷത്തിലുമാണ്. ഇതുപോലത്തെ കഥകൾ ഇനിയും അറിയാൻ വാസുകി ടോക്സ് ഫോളോ ചെയ്യൂ. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഹരേ കൃഷ്ണ.